വത്സല്യ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ഗെത്സമന തോട്ടം വരെ നമ്മളെത്തുവാൻ ഇടയായിത്തീർന്നു. ഗെത്സമന തോട്ടത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച കർത്താവ് അനുഭവിച്ചതായ അനുഭവങ്ങൾ പറയാനിടയായിത്തീർന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ വിശുദ്ധ സഭായുഗത്തിന് ശേഷം ഒരു വാത്സല്യ സഹോദരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പെസഹായെക്കുറിച്ച് താൻ അല്പമായി ഒന്ന് ചോദിക്കുവാനിടയായിത്തീർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ എന്ന് അറിയപ്പെടുന്ന പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ യഹോവയെ ദൈവം സ്ഥാപിച്ചതായ ഈ ശുശ്രൂഷ, അത് ജനത്തിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിനുള്ള ബന്ധത്തിൽ അവ വേഗത്തിൽ ചെയ്യണം, തിടുക്കത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ദൈവം, സർവശക്തനായ ദൈവം ആവശ്യപ്പെട്ടത് അനുസരിച്ച ഒരു ആചാരമായിരുന്നു. ഈ പഴയ നിയമത്തിൻ്റെ ഈ ആചാരം വിശുദ്ധ വേദപുസ്തക ലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം വരെ 10 പ്രാവശ്യം പെസഹ ആചരിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ 10 തവണയാണ് പെസഹ ആചരിച്ചു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയം വരെയും. പെസഹ ആചരിക്കുന്നത് യഹൂദന്മാരുള്ള ബന്ധത്തിൽ സർവശക്തനായ യഹോവ ആവശ്യപ്പെട്ടതാണ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിനുള്ള ബന്ധത്തിൽ അവസാന പെസഹ ആചരിക്കുമ്പോൾ, അവസാന പെസഹ ആചരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പെസഹായുടെ അപ്പം ഭക്ഷണം അവർ ഭക്ഷിച്ചതിന് ശേഷം അപ്പം താൻ കരങ്ങളിൽ എടുത്തു എന്നാണ് ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൻ്റെ ആ ശുശ്രൂഷ, അവിടെ പെസഹായുടെ ഭക്ഷണം അവർ ഭക്ഷിച്ചതിന് ശേഷം തുടർന്ന് അവിടെ കർത്താവ് സ്ഥാപിക്കുന്ന മേശ സ്ഥാപിതമാകുന്നു എന്ന മത്തായിയുടെ സുവിശേഷം ഒരാൾക്ക് വേണമെങ്കിൽ എടുക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാമത്തെ വാക്യം ദയവായി വായിക്കുക. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. സ്തോത്രം. ദൈവവചനം ഇങ്ങനെ പറയുന്നു. പെസഹയുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം, പെസഹ ആചരിച്ചതിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു അപ്പം കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. പിന്നെ പാനപാത്രവും എടുത്ത് സ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ, ഇത് അനേകർക്ക് വേണ്ടി നൽകപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു എന്ന് അവിടെ അരുളി ചെയ്യണം. പുതിയ നിയമം സ്ഥാപിതമാകുന്ന പെസഹ എന്ന പഴയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പെസഹ അവിടെ സ്തോത്രം കഴിഞ്ഞതിന് ശേഷം പുതിയ നിയമം സ്ഥാപിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്നത്. നോക്കണം, ദയവായി ഇതും അതും തമ്മിൽ കൂട്ടിക്കലർത്തിക്കൊണ്ട് പോകരുത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഇന്ന് ഒരു പെസഹ ആചരണമില്ല. ആ കാര്യം വ്യക്തമായും പഠിച്ചു പോകണം പോകാൻ. ഇന്ന് ഒരു പെസഹ ആചരണമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കർത്താവ് ഒരു പുതിയ നിയമം അവിടെ യഹൂദന്മാരുടെ പെസഹ ആചരിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ അപ്പം കരങ്ങളിലെടുത്തു എന്നാണ് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതിനുശേഷമാണ് കർത്താവിൻ്റെ മേശ സ്ഥാപിക്കുന്നത്. കർത്താവിൻ്റെ മേശ ആ പെസഹ തിരുനാളിൽ സ്ഥാപിക്കുവാനിടയായിരുന്നു. അങ്ങനെ ഇന്ന് രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച പുതിയ നിയമവിശ്വാസികളാകുന്ന ഒരു ദൈവമക്കൾക്കും പെസഹ ആചരണമില്ല. നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തു ഒരിക്കലായി അവൻ അറുക്കപ്പെട്ടത് കൊണ്ട് സ്തോത്രം, അവൻ അറുക്കപ്പെട്ടു എന്നതിൻ്റെ ഹല്ലേലൂയ ആ ഓർമ്മയെ പ്രസ്താവിക്കുന്ന കർത്താവിൻ്റെ മേശയാണ് ദൈവജനത്തിന് നൽകിയിട്ടുള്ളത് എന്ന വസ്തുത നാം മറന്നു പോകരുത്. ഇനി ആ വിഷയത്തിൽ നിന്ന് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച കുറിവാക്യം ഒന്നുകൂടെ വായിക്കും. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. സ്തോത്രം. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ പദം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ വായിച്ചത് ഒന്നുകൂടെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. എന്തിനാ കഷ്ടമേറ്റത്? എന്തിനാ ക്രൂശിക്കപ്പെട്ടത്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു വരുവാൻ ഒരു യോഗ്യതയുമില്ലായിരുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുവാനും ക്രൂശിക്കപ്പെടുവാനും ഇടയായിട്ടത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമായി ഈ വാക്യം എഴുതപ്പെടണം. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു കഷ്ടം അനുഭവിച്ചത്? എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? സ്തോത്രം. ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണമെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറയുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരുവെഴുത്തുകളുടെ നിവർത്തീകരണമെന്ന വണ്ണം ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് സെക്കരിയ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തീകരണവും, ഹല്ലേലൂയ, സ്തോത്രം, ആമൻ, ഇസ്രായേലിൻ്റെ ഭദ്രഗായകനും പ്രവാചകനുമായ ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ ആത്മാവിൽ പ്രവചിച്ചതും, യെശയ്യാ പ്രവാചകൻ യേശു ജനിക്കുന്നതിന് ഏകദേശം 650 വർഷം മുമ്പ് ജീവിച്ചില്ല യെശയ്യാ പ്രവാചകൻ പരിശുദ്ധ ആത്മാവിൽ താൻ ഹല്ലേലൂയ പ്രവചിച്ചതുമായ ദൈവവചനത്തിൻ്റെ നിവർത്തീകരണമാണ് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ കഷ്ട അനുഭവങ്ങളും ക്രൂശിക്കപ്പെട്ട അനുഭവമെന്ന് നാം മനസ്സിലാക്കാനിടയാകണം. നാം ഇന്ന് വായിച്ചതായ സങ്കീർത്തനം 22-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 16-ാം സങ്കീർത്തനം വായിച്ചാട്ടെ. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. സ്തോത്രം. ഈ പ്രവചനത്തിന്റെ നിവർത്തീകരണം എന്ന വണ്ണമാണ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണം. ദയവായി ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇനി ഞങ്ങൾ ആ വിഷയങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് നാം ഒരുമിച്ച് ചിന്തിക്കുവാനും കർത്താവിൽ ശരണം പ്രാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ നിവൃത്തീകരണം എന്ന വണ്ണമാണ് കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, സ്തോത്രം, താന് അറിയാതോ യാദൃച്ഛികമായോ സംഭവിച്ച ഒന്നല്ല യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണം. യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണം, യേശു ക്രൂശിക്കപ്പെടുമെന്നും മഹാപുരോഹിതന്മാർ പിടിക്കപ്പെടുമെന്നും താന് യെരുശലേമിൽ വെച്ച് കഷ്ടം അനുഭവിക്കുമെന്നും താന് ക്രൂശിതനായി തീരുമെന്നും അതിനുശേഷം 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും വിവിധ സുവിശേഷങ്ങളിലൂടെ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ, പ്രവചന വാക്കുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധ്യമാണ്. അതിൻ്റെ നിവൃത്തീകരണം എന്ന വണ്ണമാണ് ഇത് സംഭവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്? എബ്രായ ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ 14-ാമത്തെ വാക്യം പറയുന്നു, നാം ഹല്ലേലൂയ മക്കൾ ആകൊണ്ട് നാമനും നമ്മെപ്പോലെ തന്നെ മക്കളായി ദേഹരൂപമെടുത്തു, ജഡരൂപമെടുത്തു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. വായിക്കാം ഒരാൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ദൈവ സർവശക്തനായ ദൈവം അവരെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. നോക്കണം, എന്തിനു വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് നമ്മൾ പറഞ്ഞു, പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 3:18 പറഞ്ഞു, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനു വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു. രണ്ടാമത് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. എന്തിനു വേണ്ടി? അടുത്ത ഭാഗം വായിച്ചേ. ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിക്കുവാൻ വേണ്ടി യേശു ക്രൂശിൽ പരമയാഗമായി തീർന്നു. ഈ സന്ദേശം ശ്രവിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞു, മനുഷ്യൻ അമർത്യന് പ്രാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ അതിനുശേഷമായി നമ്മൾ കാണുന്നത് ഈ കാര്യങ്ങളും ഇത്യാദി കാര്യങ്ങളൊക്കെയും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ഞാൻ വളരെ ലഘുവായിട്ട് പറഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒഴിച്ച് ബാക്കി മുതിർന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് അങ്കിൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ. സ്തോത്രം. വ്യക്തമായി അറിയണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആരാണെന്നും യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും വളരെ വ്യക്തമായി പഠിച്ചു വേണം പോകാൻ. സ്തോത്രം. അതല്ലെങ്കിൽ പ്രശ്നം എന്താ ചോദിച്ചിട്ടുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ദൈവമാണോ, പിന്നെ യേശു ആരാണ്, ദൈവപുത്രന് ദൈവത്തെ ക്രൂശിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ധാരാളം ആളുകൾ നമ്മൾ സമീപിക്കാൻ ഇടയായി തരും. ആ കാര്യങ്ങളുടെ മുമ്പിൽ നമുക്കൊരു കൃത്യത വേണം.
വെറുതെ സ്തോത്ര ഹാലലിയ പ്രിയപ്പെട്ട കൈകൊട്ടാനും പാടാനും അല്ലെങ്കിൽ കുറച്ച് അന്യഭാഷ പറഞ്ഞ് ശബ്ദകോലാഹലം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, വ്യക്തമായി അടിത്തറയിട്ട് വേണം ക്രിസ്തീയ ജീവിതം പണിതെടുക്കേണ്ടത്. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഇന്ന് ദൈവസഭയ്ക്ക് അകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. കർത്താവായ യേശു ക്രിസ്തു പെസഹ ആചരിച്ചതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരുമായി ഒലിവുമലയിലുള്ളതായ ഗെത്സമന തോട്ടത്തിലേക്ക് പോവുകയാണ്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു താൻ കടന്നുപോയ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. അതിലേക്ക് ഇനി കടന്നു വരുന്നില്ല. അതിൻ്റെ അടുത്ത ഭാഗത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. യേശു ക്രിസ്തു താൻ സകല മനുഷ്യരാലും കൈയഴിപ്പെട്ടവനായി, സകല ശിഷ്യന്മാരാലും തള്ളപ്പെട്ടവനായി കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച്, ഒരു അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ പറയുവാൻ ഇടയായി തീർന്നു. ഇവിടെ നമ്മൾ കാണുന്ന വസ്തുത, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതായ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ അന്വേഷിച്ച് തക്കം പാർത്തുകൊണ്ടിരുന്നു. ഈ തക്കം പാർത്ത മനുഷ്യൻ 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. യഹൂദന്മാർക്ക് ഒറ്റിക്കൊടുത്തു. ഞാൻ അവനെ കാണിച്ചു തരാം, ഞങ്ങൾക്ക് എന്തു തരും, എനിക്ക് എന്തു തരും എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഒരു മനുഷ്യൻ്റെ വിലയായ 30 വെള്ളിക്കാശ് അവർക്ക് തൂക്കിക്കൊടുത്തു. ആ വെള്ളിക്കാശ് വാങ്ങിച്ചിട്ട് ആ യൂദ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയാണ് നമ്മൾ ഗെത്സമന തോട്ടത്തിൽ കാണുന്നത്. ഗെത്സമന തോട്ടത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ റോമൻ പടയാളികളും യഹൂദന്മാരുടെ സേവകരായ സായുധരായ ആളുകളും ഒരുമിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന കൂട്ടത്തിൽ യൂദായുമുണ്ട്. യൂദ ഇവരോട് പറഞ്ഞു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവരെ നിങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞു. അവരെ പിടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തിരിച്ചറിവ് സ്തോത്രം ഈ കൂടെ വന്ന പടയാളികൾക്ക് കൊടുത്ത നിമിത്തം ഇവിടെ കാണുന്നത് യൂദ മുമ്പോട്ട് കടന്നു വരികയും യേശുവിനെ ചുംബിക്കുകയും ചെയ്ത് കാണുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവം തന്നെ ദേഹരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നവൻ, ആ ദൈവം അനുവദിച്ചിട്ടാകുന്നു യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ ഇടയായി തീർന്നതെന്ന് നമ്മൾ കാണുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു അനുവദിച്ചിട്ടാകുന്നു ഈ പടയാളികൾ, റോമൻ പടയാളികളും ഈ സേവകരും, യഹൂദ സേവകരും യേശുവിനെ പിടിക്കുവാനായി ഇടയായി തീർന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, യേശു അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടണം എന്നുള്ളത്, അവൻ കഷ്ടം അനുഭവിക്കണം എന്നുള്ളത് ദൈവം നിശ്ചയമാകൊണ്ട് എബ്രായലേഖനം 2:9 വാക്യം പറയുന്നു, അവനത് സന്തോഷത്തോടെ ഏറ്റെടുത്തു എന്നത്രേ നാം കാണുന്നത്. സന്തോഷത്തോടെ തനിക്ക് സംഭവിക്കാനുള്ള ക്രൂശ് മരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സമീപിച്ചതായ റോമൻ പടയാളികളും തന്നെ സമീപിച്ചതായ യഹൂദ സേവകരും ഹല്ലേലൂയ സ്തോത്രം മഹാപുരോഹിതന്റെ ആളുകളും യേശുവിനെ പിടിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെ പിടിക്കുവാൻ വേണ്ടി കടന്നു വരുന്നു? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഹല്ലേലൂയ, യേശുവിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഇവരെല്ലാവരും തുടർന്ന് നമ്മൾ കാണുന്നത് യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നു, അവരെല്ലാവരും യേശുവിൻ്റെ മുമ്പിൽ അവർ വീണുപോയി എന്ന തിരുവചനം വായിക്കുന്നത് നോക്കണം. യേശു അതിനുശേഷം വീണ്ടും കർത്താവ്, നിങ്ങൾ ആരെ പിടിക്കാൻ വേണ്ടി വരുന്നു? പ്രിയപ്പെട്ടവരെ, അവിടെ കാണുന്ന ഒരു ചോദ്യം, ആരെ പിടിക്കാൻ വേണ്ടി? എന്നെയാകുന്നു എന്ന് കർത്താവ് നിങ്ങൾ എന്നെയാകുന്നു പിടിക്കുന്നെങ്കിൽ ഇവർ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അരുമ ശിഷ്യന്മാർ 11 പേരും തന്നോടൊരുമിച്ച് പ്രാർത്ഥിപ്പാൻ കടന്നു വന്ന 11 പേരും പോകുവാൻ അനുവദിച്ചതായ യേശു ക്രിസ്തുവിനെ നാം ഇവിടെ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഒരനർത്ഥത്തിൻ്റെ നടുവിൽ നമ്മളെ കൈവിടുന്നവര് ലോക നേതാക്കന്മാർ ആരും നമ്മുടെ കൂടെ നിന്നെന്ന് വരത്തില്ല. മനുഷ്യരാരും നമ്മുടെ കൂടെ നിൽക്കാതിരിക്കുമ്പോൾ ഇതാ അനർത്ഥത്തിൻ്റെ നടുവിൽ താൻ പിടിക്കപ്പെടാൻ പോകുമ്പോൾ താൻ കെട്ടപ്പെട്ടവനായി ഹല്ലേലൂയ സ്തോത്രം പുരോഹിതന്മാരുടെ അടുക്കിലേക്കും പിന്നത്തതിൽ കഷ്ടമനുഭവിച്ച് ക്രൂശിക്കപ്പെടുവാനുമായും വാഴ്ത്തപ്പെട്ട കർത്താവ് പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇതാ ഹല്ലേലൂയ സ്തോത്രം, ഇവർ പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനും നീയും ഒഴിഞ്ഞു പോകുവാൻ, അതേ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയാ എന്റെ കർത്താവ് കെട്ടപ്പെട്ടവനായി മാറുവാൻ ഇടയായി തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
തിരുവചനത്തെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്, കെട്ടപ്പെട്ടവനായി പ്രൈസ് ലോർഡ് ഇവർ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗത്തിലേക്ക് കടന്നു വന്നിട്ട് ഒന്നാമത് ഹന്നാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച 5 കോടതികളെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമാണ്. ദൈവമക്കള് ശ്രദ്ധയോടിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ 5 കോടതികളിൽ വിസ്തരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ വായിക്കുന്നു, ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. ബാക്കി വായിച്ചോ. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായപ്പനായിരുന്നു. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. 13-ാമത്തെ വാക്യം മുതൽ ആ സന്ധ്യാസമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ പിടിച്ച് യേശു ക്രിസ്തുവിനെ ആദ്യം കൊണ്ടുപോകുന്നത് ഹന്നാവിന്റെ അരികിലേക്ക്. 13-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഹന്നാവിന്റെ അരികിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന രംഗമാണ് നാം അവിടെ കാണുന്നത്. ആ കാലഘട്ടങ്ങളിൽ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഉൾപ്പെടുന്ന സന്നദ്ധ സംഘങ്ങൾക്ക് സ്തോത്ര മനുഷ്യനെ അവരുടെ പ്രമാണമനുസരിച്ച് വിസ്തരിക്കുവാൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ അവർ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായതുകൊണ്ട് മരണശിക്ഷയ്ക്ക് മാത്രം വിധിക്കുവാൻ അവർക്ക് കഴിയത്തില്ലായിരുന്നു. ഈ ഒരു പശ്ചാത്തലം നാം മനസ്സിലാക്കണം. ഇവിടെ മഹാപുരോഹിതനായ സ്തോത്രം അക്കാലത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിപ്പനാകുന്ന ഹന്നാവിന്റെ അരികിലേക്ക് കർത്താവിനെ കൊണ്ടുപോവുകയാണ്. ആമേൻ. അവിടെ വെച്ച് സവിസ്തരം കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രം അവിടെ വിസ്തരിക്കുന്നതാണ് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ആദ്യം ചോദിക്കുന്ന ചോദ്യം വായിച്ചു നോക്കുകയെ. എന്നെ വായിക്കാം. സ്തോത്രം. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. 19-ാമത്തെ വാക്യം തൊട്ട്. മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദൈവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. സ്തോത്രം. ആമേൻ. അവിടെ ചോദിക്കുന്ന ചോദ്യം, ആ ന്യായാധിപൻ ചോദിക്കുന്ന ചോദ്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തെ കുറിച്ചാകുന്നു. ഉപദേശത്തെ ചോദ്യം ചെയ്യുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു പുരോഹിത വൃന്ദത്തെയാണ് നാം അവിടെ കാണുന്നത്. ന്യായപ്രമാണം 10 പ്രമാണങ്ങൾ നൽകുകയും ആ 10 പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ നിരവധി കൽപ്പനകൾ നൽകുകയും ചെയ്തപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ആ കൽപ്പനകളെ 2ആയി ചുരുക്കിക്കൊണ്ട് അതിൻ്റെ രത്ന ചുരുക്കമായി താൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേത് അതിനോട് സമം, നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഈ 2 പ്രമാണങ്ങളിൽ സകല പ്രമാണവും അടങ്ങിയിരിക്കുന്നു എന്നും കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗമാണ്. യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയായിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗമാണ് ഒരു ക്രിസ്തീയ വിശ്വാസി എപ്രകാരമായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഈ ക്രിസ്തീയ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം മെനഞ്ഞെടുക്കേണ്ടത്. ഈ ഉപദേശങ്ങളൊക്കെയും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞപ്പോൾ ഈ ഉപദേശങ്ങൾ കേട്ട ജനത്തിന് മനസ്സാന്തരം രൂപാന്തരം സംഭവിച്ചു. അനേക പാവികൾ മനസ്സാന്തരപ്പെട്ടു. അനേകർ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലുള്ള ദൈവകൃപയിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീർന്നു. എന്നാൽ ചില കാലങ്ങൾക്ക് ശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ 33 തിരുവയസ്സിൽ പിടിക്കുമ്പോൾ ഇവിടെ ഹന്നാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ഉപദേശം എന്ത്? എന്റെ പ്രിയപ്പെട്ടവരെ, പാപികളെ മനസ്സാന്തരപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം, അധർമ്മികളെ ദൈവകൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ഉപദേശം, ഒരിക്കൽ നഷ്ടമായ നിത്യരക്ഷയെ ജനത്തിന് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു പ്രക്രിയയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം. ഈ ഉപദേശത്തിന്റെ സംഹിതയെ തിരിച്ചറിയാൻ കഴിയാത്തവർ ഇന്നും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കാം. ഒന്നാമത് കർത്താവ് നേരിട്ടത് നിന്റെ ഉപദേശം, നിന്റെ പഠിപ്പീര് എന്ത് എന്നൊരു ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെ പറഞ്ഞ ആൻസർ ആ മഹാപുരോഹിതന് ദഹിച്ചില്ല. ദഹിക്കാതെ വന്നപ്പോൾ സ്തോത്രം അടുത്ത് നിന്ന ഹല്ലേലൂയ മഹാപുരോഹിതന്റെ ഒരു സേവകൻ ആദ്യമായിട്ട്
യേശു ക്രിസ്തുവിനെ അടിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വായിക്കാമല്ലോ. സ്തോത്രം. അതിന്റെ 22-ാമത്തെ വാക്യം. അവൻ ഇങ്ങനെ പറയുമ്പോൾ സേവകരിൽ അരികെ നിന്ന ഒരുവൻ മഹാപുരോഹിതനോട് ഇങ്ങനെയോ ഉത്തരം പറയുന്നത് എന്ന് പറഞ്ഞ് യേശുവിന്റെ കന്നത്ത് ഒന്നടിച്ചു. നോക്കണം, യേശുവിനെ വിസ്തരിച്ച കോടതിയിൽ യേശുവിൻ ഏറ്റ ആദ്യത്തെ അടി, പ്രൈസ് ദി ലോർഡ്, ഹന്നാഫിന്റെ അരമനയിൽ വിസ്തരിക്കപ്പെടുമ്പോൾ നീ പറഞ്ഞ ഉത്തരം ഇങ്ങനെയോ എന്ന് ചോദിച്ച് ആദ്യമായി യേശുവിനെ കന്നത്ത് അടിച്ചു. രണ്ടാമതായി നാം കാണുന്നത് അതിന്റെ 24-ാമത്തെ വാക്യം, 18-ാം അധ്യായം യോഹന്നാൻ 18:24. ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അരികിലേക്ക് അയച്ചു. രണ്ടാമത് യേശുവിനെ വിസ്തരിക്കുക. നോക്കണം, ഒരൊറ്റ രാത്രിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. രാത്രിയുടെ യാമത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, നാം ഉറങ്ങുവാൻ സമയമില്ല, എനിക്ക് ഉറങ്ങണം ബ്രദറെ, ഉറങ്ങണം സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് രാത്രി നാം നന്നായി മയങ്ങുമ്പോൾ നമ്മുടെ കർത്താവ് ഒരിക്കൽ നമുക്ക് വേണ്ടി മയങ്ങാതെ ഉറങ്ങാതെ രാത്രി കഷ്ടപ്പെട്ട ഒരുവരെ നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ആ രാത്രിയുടെ യാമത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ രണ്ടാമത്തെ വിസ്താര കോടതിയായ അക്കാലത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നതായി നാം അവിടെ കാണുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ നമ്മൾ ആ ഭാഗങ്ങൾ ഒന്ന് ചിന്തിച്ച് പറഞ്ഞു പോകുകയാണ്. യോഹന്നാൻ 18-ാം അധ്യായം അതിന് 24-ാമാണ് വാക്യം വായിച്ചത്. ഇനി മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം പ്രൈസ് 57-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ചിലർ എഴുന്നേറ്റ് അവന്റെ നേരെ, ഞാൻ കൈപ്പണിയായി മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയുമെന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. അടുത്തത്, എന്നിട്ടും അവരുടെ സാക്ഷ്യം ഒത്തുവന്നില്ല. ഇവരുടെ ഹൃദയത്തിൽ, കയ്യഫാവിന്റെ ഹൃദയത്തിൽ ഉള്ള പ്ലാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തു മരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാന്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു പോകണം എന്ന് വളരെ വ്യക്തമായി യഹൂദ ജനത്തെ ഉപദേശിക്കുന്ന മഹാപുരോഹിതനായ കയ്യഫാവിനെ നാം അതിൻ്റെ സ്തോത്രം 49-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധ്യമാണ്. അവരിലൊരുവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങൾ ഒന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്തത് വേഗത്തിൽ വായിച്ചോ. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ഇനി നമ്മൾ വായിക്കാം എന്റെ 14-ാമത്തെ വാക്യം, 18-ാം അധ്യായം 14-ാമത്തെ വാക്യം, 18-14. അവിടെ വ്യക്തമായി ഞാൻ പറഞ്ഞു പോകാം. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. 11-ാം അധ്യായത്തിൽ സ്തോത്രം, പെസഹ തിരുനാളിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി യഹൂദന്മാരോട് ആലോചന പറയുവാണ്. സകല മനുഷ്യർക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ താല്പര്യപ്പെട്ടതായ ഒരു മഹാപുരോഹിതനെ നാം അവിടെ കാണുകയാണ്. ഈ ചിന്തയോടുകൂടിയാണ് യേശുക്രിസ്തുവിനെ ഇദ്ദേഹം വിസ്തരിക്കുന്നത്. നോക്കണം, മുൻവിധിയോടുകൂടി മരിക്കണം, ഇവൻ മരിക്കപ്പെടേണ്ടവനാണ് എന്ന മുൻവിധിയോടുകൂടി യേശുവിനെ വിസ്തരിച്ചതായ ഒരു ന്യായാധിപനെയാ നാം അവിടെ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് തുടർന്ന് ഹല്ലേലൂയ ഈ മഹാപുരോഹിതൻ ചോദിക്കുക, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്വർഗീയനായ ദൈവത്തിന്റെ പുത്രനായി വരുമെന്ന് യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിയ നീ തന്നെയോ എന്നാണ് ചോദിക്കുന്നത്. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സ്തോത്രം, വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. അവൻ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി എന്ന് തിരുവചനം വായിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ സുവിശേഷത്തിൽ വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഒരു ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വായിച്ചു നോക്കാമല്ലോ. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, സുവിശേഷം 14:63. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഞാൻ ഭാഗം അവിടെ നിന്ന് പോവാം. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി. നിങ്ങൾ ശ്രദ്ധയോടിരിക്കണേ. സ്തോത്രം. അല്പം മനസ്സിലാക്കാൻ ചിലപ്പം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം.
കാര്യം ഇത് വിടുതലിനെക്കുറിച്ചും നിങ്ങൾ സൗഖ്യത്തെക്കുറിച്ചും നിങ്ങളെ ഉയർത്തുമെന്നൊന്നും അല്ലേ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തതെന്ന് പറയുന്നത്. ഇത് കേൾക്കാൻ പിശാച് നിങ്ങൾക്ക് താല്പര്യം തരത്തില്ല, സ്വാഭാവികമാണ്, എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് വളരെ വ്യക്തമായി ഒരു അടിത്തറ ഇട്ടിട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ലേവ്യ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ സ്തോത്രം ഹല്ലേലൂയ അവൻ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഹല്ലേലൂയ സ്തോത്രം ലേവ്യ ഗോത്രത്തെ ദൈവത്തിൻ്റെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ വസ്ത്രം വലിച്ചു കീറുകയോ നിങ്ങളുടെ മുടി പിച്ചിപ്പറിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നു. ശ്രദ്ധയോട് കേൾക്കണം. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടത് എന്ന പദമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപോലൊരു പദം നമുക്ക് ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്ത് കാണാൻ സാധിക്കും. വിലക്കപ്പെട്ടതായ കനി നിങ്ങൾ ഭക്ഷിക്കരുത്, ആ പഴം നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് സർവശക്തനായ ദൈവം അവിടെയും പറയാൻ ഇടയായിത്തതും. എന്നാൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ വിലക്കപ്പെട്ട ദൈവം എന്ത് വിലക്കിയോ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് തന്നെ ചെയ്തതായ ആദിമ മാതാപിതാക്കന്മാരെയാ നാം അവിടെ കാണുന്നത്. അവിടെ ആക്ഷരികമായി സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ പിശാച് ഇവരോട് പറഞ്ഞു നിങ്ങൾ മരിക്കത്തില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. ദൈവം കള്ളം പറയുമ്പോൾ ദൈവം വ്യാജം പറയുന്നവരാണോ? ഹല്ലേലൂയ, ഒരിക്കലുമല്ല. ദൈവം വ്യാജം പറയുന്ന ദൈവമല്ല. പ്രിയ സഹോദരങ്ങളെ, ഇവർ ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം. അതുവരെയും അവരെ ഹല്ലേലൂയ സ്തോത്രം മറച്ചുകൊണ്ടിരുന്ന അവരെ വ്യാപരിച്ചതായ ദൈവിക തേജസ് അവരിൽ നിന്ന് മാറിപ്പോവാനിടയായിത്തതും ആ ദൈവിക തേജസ് നിമിത്തം അവർക്ക് അവരുടെ നഗ്നത കാണുവാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനോ കഴിയാതിരിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവർ എപ്പോൾ ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചോ അന്ന് ഹല്ലേലൂയ സ്തോത്രം അവരുടെ ആത്മീയ മനുഷ്യൻ മരിച്ചു പോകാനിടയായിത്തതും. ആക്ഷരികമായ മരണമല്ല അവിടെ സംഭവിച്ചത്, എന്നാൽ സ്തോത്രം ആത്മീയ മരണം സംഭവിച്ചു. ആത്മീയ മരണം സംഭവിക്കുവാൻ ഇടയായിത്തത് ദൈവം വിലക്കിയതിനെ, ദൈവം നാം ചെയ്യരുതെന്ന് പറയുന്നതിനെ നാം ചെയ്യുവാൻ ഇടയായിത്തീരുമ്പോൾ ആത്മീയ മരണം അവിടെ സംഭവിക്കും. ദൈവത്തിന് ഹിതമല്ലാത്തതിനെ കുഞ്ഞെ നീ ചെയ്താൽ ആത്മീയ മരണം നിന്നിൽ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം വിലക്കിയതിനെ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ ഹവ്വായും ആദാമും ചെയ്യാനിടയെത്തുമ്പോൾ അവരുടെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അവർ ഹല്ലേലൂയ സ്തോത്രം ആത്മീയമായി മരണപ്പെടാനിടയെത്തുന്നു. ഇതേ കാര്യം തന്നെയാണ് ലേവ്യ പുസ്തകം 10-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ മുടി പിച്ചിപ്പറിക്കുകയോ നിങ്ങളുടെ വസ്ത്രം കീറുകയോ ചെയ്യരുതെന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ വിസ്തരിച്ചതായ മഹാപുരോഹിതനും യേശുവിനോട് ചോദിക്കുക, നീ വന്ദിനായവന്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് സത്യസന്ധമായി മറുപടി പറയാം, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഹല്ലേലൂയ സ്തോത്രം ഈ മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, നാം എന്തിനാ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്നത്, പെന്തക്കോസ്ത് ഉപദേശങ്ങളിൽ നിൽക്കുന്നത് എന്തിനാ? വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, അഹരോന്യ പൗരോഹിത്യം അന്നുകൊണ്ട് മരിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാല സമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, ഇത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. വേദപുസ്തകം വിളിച്ചു പറയും, എബ്രായ ലേഖനം വിളിച്ചു പറയുകയാണ്, ഒന്നാമത്തെ നിയമം കുറവുള്ളതാകിയാൽ ദൈവം ഒന്നാമത്തെ നീക്കി രണ്ടാമത്തെ നിയമത്തെ സ്ഥാപിച്ചു. ഒന്നാമത്തെ നിയമം പാപത്തിനും മരണത്തിനും കാരണമായി തീർന്നത് റോമലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം വിളിച്ചു പറയുന്നു. പാപത്തിനും മരണത്തിനും കാരണമായി തീർന്ന ഒന്നാമത്തെ നിയമത്തിന്റെ അകത്തുള്ളതായ ലേവ്യ പൗരോഹിത്യം മരിക്കുവാൻ ഇടയായി തീരുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, താൻ വസ്ത്രം കീറിയപ്പോൾ താൻ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവിടെ കൊണ്ട് അവസാനിക്കുകയും ചെയ്ത് നമ്മൾ ഇന്ന് പൗരോഹിത്യത്തിന് കീഴിലല്ല. രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളെ, ഞാനും നിങ്ങളും ആരും അഹരോന്യ പൗരോഹിത്യത്തിന് കീഴിലുള്ളവരല്ല. ഒരു രക്ഷിക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവമക്കളും ഹല്ലേലൂയ വ്യക്തമായി മനസ്സിലാക്കണം, അവരാരും തന്നെ അഹരോന്യ പൗരോഹിത്യത്തിന് കീഴിലുള്ളവരല്ല. ഹല്ലേലൂയ. നാം മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം മാറാത്ത പൗരോഹിത്യം പ്രാപിച്ച ലേവി ഗോത്രത്തിൽ ഉൾപ്പെടാത്ത യഹൂദ ഗോത്രത്തിൽ ഉൾപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു എന്ന ഇടയ ശ്രേഷ്ഠന്റെ
കൈക്കീഴാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 110 വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. അത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു ശുശ്രൂഷയാകുന്നു എന്ന് അവിടെ കാണുക. ദൈവത്തെ കൊണ്ട് തന്നെ ആണയിട്ടു എന്നാണ് നാം തിരുവനന്തപുരത്ത് വായിക്കുന്നത്. അപ്പൊ ദൈവത്തെ കൊണ്ട് ആണയിട്ട് ആ സുവിശേഷത്തിന്റെ സത്യമാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ. ഈ ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ സ്ഥാപിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിനെ, കർത്താവ് യേശു ക്രിസ്തുവിനെ കയ്യഫ വിസ്തരിച്ചപ്പോൾ, അവൻ തന്റെ വസ്ത്രം വലിച്ചു കീറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അന്ന് വരെ കൊടുത്തതായ ആ പൗരോഹിത്യ ശുശ്രൂഷയെ അവിടുന്ന് വലിച്ചു കീറുകയായിരുന്നു. അതിന് തെളിവായി വായിക്കുന്നത്, അന്ന് വരെ ജനത്തിന് മുന്നിൽ മറയ്ക്കപ്പെട്ട് കിടന്ന യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല സ്തോത്രം അത് മുകളിൽ നിന്ന് 2 വലിച്ചു കീറപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നാം എല്ലാവരും ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ പുരോഹിതന്റെ കൈക്കീഴ് ആണ് ഇരിക്കുന്നത്. നമുക്ക് കാണപ്പെടുന്ന പളുപള മിന്നുന്ന വസ്ത്രമുള്ള ഒരു പുരോഹിതന്മാരും നമുക്കില്ല. നമുക്ക് രക്ഷ നൽകുന്ന ഒരേ ഒരു പുരോഹിതൻ മാത്രമേ ഉള്ളൂ. അത് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായ കർത്താവ് യേശു ക്രിസ്തുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. തുടർന്ന് നമ്മൾ വായിക്കുന്ന വേദഭാഗം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ മടങ്ങി വരിക 26-ാം അധ്യായം. ഒന്ന് വന്നാട്ടെ, മത്തായി സുവിശേഷം 26-ാം അധ്യായം 65-ാമത്തെ വേദഭാഗത്തിലേക്ക് വന്നാട്ടെ. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. സ്തോത്രം എന്ന് പറഞ്ഞു. അടുത്തത് വേഗത്തിൽ വായിച്ചു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അടുത്ത ഭാഗം. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി. നോക്കണം, അപ്പോൾ അവർ വിവിധ സുവിശേഷങ്ങൾ എഴുതിപ്പിക്കുക. അവൻ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനും താൻ എങ്ങനെ ശുശ്രൂഷ ഏറ്റു. വേദഭാഗം പറയുന്നു, അവൻ കഷ്ടമേറ്റ് ദൈവത്തിന്റെ ഹിതം നിവൃത്തിയായതുകൊണ്ട് അവൻ മാറാത്ത പൗരോഹിത്യം അവന് ലഭിക്കാനിടയായിത്തീർന്നു. ഇതിനു മുമ്പിൽ അവൻ കൊടുത്ത വില നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇതിനു മുമ്പിൽ യേശു കർത്താവ് കൊടുത്ത വില മറക്കരുത്. സ്തോത്രം. അതാണ് നമ്മൾ ഈ വായിക്കുന്നത്. വായിച്ചേ. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി. നിങ്ങളുടെ മുഖത്ത് ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ? മനുഷ്യന്റെ തുപ്പൽ ഏതെങ്കിലും നിലയിൽ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. മനുഷ്യന്റെ ചെറിയ തുപ്പലിന്റെ ഒരു കണിക അറിയാതെ പോലും നമ്മുടെ ദേഹത്ത് വീണാൽ നമുക്ക് ഭയങ്കര അസഹ്യത തോന്നുമെങ്കിൽ, ഇതാ സർവത്തിന്റെ ഉടയവനായ കർത്താവ് ഞാൻ നിമിത്തം, നീ നിമിത്തം, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന സത്യം അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സത്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഈ പുരോഹിത വൃന്ദം അവർ ഏൽപ്പിച്ചതായ ആളുകൾ വേദപുസ്തകം വിളിച്ചു പറയാം, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. കുഞ്ഞേ, നിന്റെ മുഖത്ത് ഏൽക്കലിന്റെ തുപ്പലുകളാ എന്ന് യേശു കർത്താവ് ഏറ്റത്. തുടർന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കണ്ണ് മൂടിക്കെട്ടി എന്ന് മർക്കോസിന്റെ സുവിശേഷം പറയുന്നു. യേശു ക്രിസ്തുവിന്റെ കണ്ണ് മൂടിക്കെട്ടിയിട്ട് യേശു ക്രിസ്തുവിന്റെ കന്നത്ത് അടിച്ചു. എന്ന് വെച്ചാൽ കരണത്ത് ഈ ചെവിയും സ്തോത്രം മുഖവും കൂടെ ചേർന്ന ഈ ഭാഗത്ത് യേശു ക്രിസ്തുവിന്റെ കന്നത്ത് അടിച്ചിട്ട് പറയുകയാണ്, സ്തോത്രം എന്തോ പറഞ്ഞ്, നിന്നെ തല്ലിയത് ആർ? പ്രവചിക്കാം. നിന്നെ തല്ലിയത് ആർ? നീ വലിയ പ്രവാചകൻ എന്ന് പറയുന്നില്ലയോ? നീ ആരെങ്കിലും സൗഖ്യമാക്കിയവനല്ലയോ? ഹല്ലേലൂയ, നിനക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുമല്ലോ. കണ്ണ് മൂടിക്കെട്ടിട്ട് എൻ്റെ യേശുവിനെ അപമാനിച്ചു. വേദപുസ്തകം വായിച്ചു നോക്കിയാൽ അവരെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് തിരുവചനം വിളിച്ചു പറയുന്നത്. അയ്യോ, കയ്യഫാവിന്റെ അരമനയ്ക്കകത്തു നിന്ന് എൻ്റെ യേശു കഷ്ടം അനുഭവിച്ചത്, അവൻ കന്നത്ത് അടിയേറ്റത്, അവന്റെ ഹല്ലേലൂയ മുഖത്ത് തുപ്പലേറ്റത്, അവൻ ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ടത്, അവൻ പരിഹസിക്കപ്പെട്ടത്. കുഞ്ഞെ, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു പരമയാഗമായി തീരുന്നതിന്റെ ഭാഗമായി അവൻ ഈ കഷ്ടമേറ്റു എന്ന് നീ വിശ്വസിക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. അടുത്തതായി അവിടെ നിന്ന് നമ്മൾ ഇനി അടുത്ത കോടതിയിലേക്ക് വരിക. വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 66 മുതലുള്ള വേദഭാഗം.
നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ, അവിടെ നിൽക്കണേ, ആ ഭാഗം ശ്രദ്ധിക്കാം. ഒരു രാത്രി മുഴുവൻ കർത്താവിനെ ഒരു തുള്ളി ഉറങ്ങുവാൻ, ഒരു നേരം ഒന്ന് ഉറങ്ങുവാൻ, ഒന്ന് തലചായ്ക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ കോടതികളിലേക്ക് അവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ തകർക്കപ്പെടുന്നത്, അവൻ വേദന അനുഭവിച്ചത്, അവൻ്റെ മുഖത്തടിയേറ്റത്, അവൻ്റെ കണ്ണിൽ നിന്ന് ഹല്ലേലൂയ വേദനയുടെ കണ്ണുനീർ വരുവാൻ കാരണമായി തീരത്തക്കവണ്ണം അവൻ്റെ മുഖത്തടിച്ചത്, പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയ കുഞ്ഞെ? നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാ. അതിനുശേഷം നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി. സ്തോത്രം. മഹാപുരോഹിതന്മാരും യഹൂദ ശാസ്ത്രിമാരും, വേദം പഠിപ്പിക്കുന്ന ശാസ്ത്രിമാരും ഉൾപ്പെടുന്ന സന്നദ്ധ സംഘത്തിന്റെ മുമ്പിൽ യേശുവിനെ കൊണ്ടുവരികയാണ്. മൂന്നാമത്തെ കോടതി. സ്തോത്രം. ഒരൊറ്റ രാത്രിക്കകത്താ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പ്രഭാതത്തിൽ അവനെ മൂന്നാമത്തെ കോടതിയിലേക്ക് കൊണ്ടുവരിക. അടുത്തത്, നീ ക്രിസ്തു എങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അവനവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കയില്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ആ സന്നദ്ധ സംഘത്തിന് നടുവിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ്. അവിടെ വെച്ച് അവർ വീണ്ടും വിസ്തരിക്കുക, നീ ക്രിസ്തു ആകുന്നുവോ? യഹൂദന്മാർ ഞങ്ങൾ കാത്തിരിക്കുന്ന ക്രിസ്തു ആകുന്നുവോ നീ എന്ന് ചോദിക്കുക. കർത്താവ് പറയുകയാണ്, പല പ്രാവശ്യവും കർത്താവ് ആൻസർ ചെയ്ത ഒരു ചോദ്യമാണ് ഇത്. ഈ ചോദ്യത്തിന് പലവട്ടം ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ പറഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. തുടർന്ന് നമ്മൾ അവിടുന്ന് വേഗത്തിലേക്ക് ഒടിച്ചു പോവുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ പിന്നെ കൊണ്ടുപോകുന്നത്, സ്തോത്രം, അക്കാലത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യ ഗവർണറായിരുന്ന പീലാത്തോസിൻ്റെ അരമനയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പീലാത്തോസിൻ്റെ അരമനയിൽ അവൻ്റെ ന്യായാസനത്തിന് മുൻപാകെ കർത്താവിനെ കൊണ്ടുപോകുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. മത്തായി സുവിശേഷം 27:1, ലൂക്കോസ് സുവിശേഷം 23:1. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എവിടേക്ക് കൊണ്ടുപോയി? സന്നദ്ധ സംഘത്തിൽ അടുക്കൽ നിന്ന് പിന്നെ കൊണ്ടുപോകുന്നത്, സ്തോത്രം, അക്കാലത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഗവർണറായി യെരുശലേം ഭരിക്കുന്നതായ ആ നാടുവാഴിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നത്. 23-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനന്തരം അവരെല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ അരികിൽ കൊണ്ടുപോയി. തുടർന്ന് നമ്മൾ കാണുന്നത് പീലാത്തോസിന്റെ അരമനയിൽ അവനെ വിസ്തരിക്കുന്നതാണ്. ഹല്ലേലൂയ. പീലാത്തോസിന്റെ അരമനയ്ക്ക് 2 പ്രാവശ്യം പീലാത്തോസിന്റെ അരികിൽ വിസ്തരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാണ്. നമുക്ക് ആ വിഷയം പറയാം. ഹല്ലേലൂയ. 4ാമത് യേശുവിനെ വിസ്തരിച്ച കോടതി പീലാത്തോസിന്റെ അരമനയാണ്. പീലാത്തോസിന് മാത്രമേ, റോമൻ സാമ്രാജ്യത്തിൽ ഭരണാധികാരിക്ക് മാത്രമേ മരണശിക്ഷയ്ക്ക് അധികാരമുള്ളതുകൊണ്ട്, അവർ യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവർ യേശുവിനെ, ഹല്ലേലൂയ, സ്തോത്രം, പീലാത്തോസിന്റെ അരികിൽ കൊണ്ടുപോയിട്ട് പറയാം, ഇവൻ രാജാവെന്ന് സ്വയം പറയുന്നു എന്ന് പറയാം. ഇവൻ രാജാവെന്ന് പറയുന്നു, യഹൂദന്മാരുടെ രാജാവെന്ന് പറയുന്നു. ഹല്ലേലൂയ. ആ കാര്യം പറഞ്ഞ്, അതായത് അവൻ റോമൻ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കൈസറുടെ ആധിപത്യത്തിൽ നിന്നും ആക്ഷരികമായി ഇവൻ ഈ ജനത്തെ ഇളക്കിവിട്ട് അവരെ പ്രേരിപ്പിച്ച് രാജാവായി സ്വയം അവരോധിച്ചുകൊണ്ട് ഈ ജനത്തെ റോമൻ സാമ്രാജ്യത്തിന് എതിരാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യദ്രോഹി എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പറയുക, ഇവൻ രാജാവെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ മുമ്പിൽ അനവധിയായ കുറ്റങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ അനവധിയായ കുറ്റങ്ങൾ രേഖപ്പെടുത്തി അവനെ വിസ്തരിക്കുന്ന രംഗമാണ് നാം വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ കാണുന്നത്. എനിക്ക് പ്രിയമുള്ള എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ തല്ലങ്ങനെയും വിലങ്ങനെയും വിസ്തരിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷ ഭാഗങ്ങളിൽ ഈ വേദഭാഗങ്ങൾ വളരെ സവിസ്തരം തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ വിസ്തരിച്ചു. അതിനുശേഷമായി ഇവൻ ഗലീലക്കാരൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഗലീല ദേശം ഭരിച്ചുകൊണ്ടിരുന്ന
ആ കാലത്തെ ഹേരോദ രാജാവിൻ്റെ അരികിലേക്ക് ഈ മനുഷ്യനെ വിടുക. ഹേരോദ രാജാവ് ആ കാലത്ത് സ്തോത്രം ആ ദിവസം അന്ന് യെരുശലേമിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹേരോദ രാജാവിൻ്റെ അരികിൽ പോകുന്നു. അവിടെ വീണ്ടും വിസ്തരിച്ചിട്ട് തിരിച്ചു വീണ്ടും എങ്ങോട്ട് കൊണ്ടുവരുന്നറിയാമോ? പീലാത്തോസിന്റെ അരികിലേക്ക് തന്നെ കൊണ്ടുവരിക. പീലാത്തോസ് 2 വട്ടം യേശുവിനെ വിസ്തരിച്ചു. 2 വട്ടം യേശുവിനെ വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അന്യായമുള്ള ഹല്ലേലൂയ സ്തോത്രം ന്യായം എന്തെന്നറിഞ്ഞിട്ടും സത്യം എന്തെന്നറിഞ്ഞിട്ടും ആ സത്യത്തിന് കീഴ്പ്പെടാത്ത പ്രൈസ് ദി ലോർഡ് ഈ മനുഷ്യൻ ജനത്തെ തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഇപ്രകാരം പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, അവരെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ ഈ യേശുവിനെ വിസ്തരിച്ചതായ ഈ മനുഷ്യൻ പറയുന്ന ഒരു പദപ്രയോഗങ്ങൾ അവൻ 3 പ്രാവശ്യം ഈ മനുഷ്യൻ 2 പ്രാവശ്യം വിസ്തരിച്ച ഈ മനുഷ്യൻ 3 പ്രാവശ്യം പറയാം ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. നമുക്കത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അതിന്റെ 18 അധ്യായം 38 വാക്യം. പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അടുത്തത് ഞാൻ 18 വാക്യത്തിന്റെ പീലാത്തോസ് അവനോട് 38 വാക്യം. പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞ് പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. നോക്കണം, ഒന്നാമത് പറയാണ് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വിസ്തരിച്ച ന്യായാധിപൻ പറയാണ് 19-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, 19-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഈ 2 വാക്യങ്ങളിൽ ആവർത്തിച്ച് വീണ്ടും ഈ ന്യായാധിപൻ പറയുകയാണ് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മർക്കോസ് 15:15. പീലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ പീലാത്തോസ് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് യേശുവിനെ വിസ്തരിച്ച ഹല്ലേലൂയ ഈ കോടതി വിളിച്ചു പറഞ്ഞിട്ട് പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം. ഈ മനുഷ്യൻ പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, നോക്കണം, തൻ്റെ സ്ഥാനമാനം നിലനിർത്തുവാൻ വേണ്ടി, തൻ്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടമാകാതിരിക്കാൻ വേണ്ടി പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നിങ്ങളോടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഈ മനുഷ്യൻ റോമൻ സാമ്രാജ്യത്തിന് അധിപതിയായ കൈസർക്കും എതിരെ ഈ മനുഷ്യൻ രാജാവെന്ന് പറഞ്ഞു എന്ന് യഹൂദന്മാർ കുറ്റം ആരോപിച്ചപ്പോൾ അവരെ വിസ്തരിച്ചതായ ഹല്ലേലൂയ ഈ ന്യായാധിപന് അവന് കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ കുറ്റം കണ്ടെത്താതെ ഇവനെ വിട്ടയച്ചാൽ ഇവർ അടുത്ത തലങ്ങളിലേക്ക് ഈ പെറ്റീഷൻ കൊണ്ട് കൊടുത്താൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാനത്തിന് കുറവ് സംഭവിക്കുമോ എന്ന സന്ദേഹത്താൽ അദ്ദേഹം ഈ പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചാട്ടവാറിനടിച്ച് ഹല്ലേലൂയ യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് പ്രിയമുള്ള വാത്സല്യ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക നമ്മൾ കാണുന്നത്. 4-ാമത്തെ അവൻ ന്യായാധിപനാണ് പ്രൈസ് ദി ലോർഡ് പീലാത്തോസ്. അതിനുശേഷം നമ്മൾ കാണുന്നത് 5-ാമത്തെ ന്യായാധിപൻ ഒരു വിസ്താര കോടതി കൂടെ ഉണ്ട്. അത് ഹേരോദാവ് എന്ന വിസ്താര കോടതിയാണ്. ഹേരോദാവിന്റെ വിസ്താര കോടതിയുടെ മുമ്പിൽ അവനെ കൊണ്ടുപോയി നിർത്തുകയാണ്. അവനെ കൊണ്ടുപോയി നിർത്തുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന് 7 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ 5-ാമത്തെ വിസ്താര കോടതി അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്ന് അറിഞ്ഞ് അന്ന് യെരുശലേമിൽ വന്നു പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ ഹെരോദാവിന്റെ ന്യായാസനത്തിന്റെ അരികിലേക്ക് അവനെ വിസ്തരിക്കാൻ വേണ്ടി അയക്കുക യേശുവിനെ. അടുത്തത് ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. യേശുക്രിസ്തു വല്ല അടയാളമോ അത്ഭുതമോ ചെയ്യുന്നത് കാണണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഏറിയോന്ന് ചോദിച്ചിട്ടും
അവൻ അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. ഏറിയോന്ന് ചോദിച്ചിട്ടും അവൻ അവരോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് ഹെരോദാവിന്റെ അരമനയിൽ ഇപ്പോൾ ആരുണ്ട്? മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കൂടെ ചെല്ലുക. അവർക്കൊറ്റ ചിന്തയുള്ളൂ, ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കണമെന്നൊറ്റ ചിന്ത മാത്രം. ഹല്ലേലൂയ. അവർ വളരെയധികം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും എന്റെ യേശു അവിടെ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. അഞ്ചാമത്തെ കോടതി, ഹെരോദാവിന്റെ ന്യായാസനം എന്ന കോടതി, അഞ്ചാമത്തെ കോടതിയിൽ നിന്നും വീണ്ടും പീലാത്തോസിന്റെ അരികിലേക്ക് കർത്താവിന്റെ വീണ്ടും അയക്കുക. അവനാണ് യേശുവിനെ ക്രൂശിച്ച് ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, ദയവായി ഇനി നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കുവാൻ ഇടയായിത്തീരണം. യേശു ക്രിസ്തു ധരിച്ചിരുന്നതായ ഗുരുവിന്റെ മേലങ്കി, യേശു ക്രിസ്തു ധരിച്ച വസ്ത്രം, ഇവ എല്ലാം ഈ പടയാളികൾ ക്രൂശിച്ച് ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആദ്യം പടയാളികൾ ചെയ്തത് യേശുവിന്റെ വസ്ത്രം മാറ്റുവാൻ ഇടയായിത്തീർന്നു. യേശുവിന്റെ സകല വസ്ത്രവും മാറ്റിവെച്ചു. എന്നിട്ട് അവനെ നിർമ്മലമായ ഒരു വസ്ത്രം ധരിപ്പിച്ചു. എന്ന് വെച്ചാൽ വളരെ കട്ടിയില്ലാത്തൊരു വസ്ത്രം ധരിപ്പിച്ചു. ഹല്ലേലൂയ. 39 ചാട്ടവാറിന് അടിക്കുവാൻ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. തിരുവചനം വായിക്കുന്നു, ഒന്ന് കുറയാതെ 40 അടി. അക്കാലത്തെ സ്തോത്ര ശിക്ഷാ രീതിയായിരുന്നെങ്കിൽ ചമ്മട്ടി കൊണ്ടടിക്കുവാൻ വേണ്ടി എൻ്റെ യേശു കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ചമ്മട്ടി ഉണ്ടാക്കുന്നത് വാറുകൊണ്ടുണ്ടാക്കിയ ചമ്മട്ടി, അതിൻ്റെ അറ്റങ്ങളിൽ സ്തോത്രം നീളത്തിൽ കിടക്കുന്നതായ പ്രൈസോൽ ലെതറിന്റെ തോലിന്റെ ചരട്, അതിൻ്റെ അറ്റത്ത് ഈയ കട്ടകൾ പിറക്കി വെച്ചിരിക്കുന്നു. ഈ കട്ടകൾ പിറക്കി വെച്ച ഈ കട്ടകൾ സ്തോത്രം ഒട്ടിക്കപ്പെട്ടതായ സ്തോത്രം ഹല്ലേലൂയ ചമ്മട്ടി, അതിൻ്റെ അറ്റത്ത് ചെറിയ സ്തോത്രം ഹല്ലേലൂയ ഇരുമ്പ് ആണികളോ അതല്ലെങ്കിൽ അതുപോലുള്ളതായ മെറ്റൽ വസ്തുക്കളുമുണ്ട്. ഈ ചമ്മട്ടി കൊണ്ട് പ്രൈസോൾ യേശുവിനെ ഹല്ലേലൂയ കയ്യേറ്റതായ ഈ പടയാളികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം അവൻ അടിക്കുവാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ സ്തോത്രം വരൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ചാട്ടവാർ അടിക്കപ്പെടുന്ന ശിക്ഷിക്കപ്പെടുന്ന കുറ്റവാളികളെ അങ്ങനെ ശിക്ഷിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോയി യേശു കർത്താവിനെ അവിടേക്ക് ചേർത്തു നിർത്തി. കുഞ്ഞേ, അവൻ ചേർന്ന് നിന്നത് സ്തോത്രം തൊട്ട് കാണുന്നത് ഒരിക്കൽ പോലും ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത ഒരു വലിയ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കർത്താവ് കടന്നു പോകുക. അവന്റെ വസ്ത്രം എടുത്തു മാറ്റി. എന്തെന്നറിയാമോ? വസ്ത്രം കട്ടിയുള്ള വസ്ത്രത്തിന് മേലിൽ സ്തോത്രം ഇവൻ അടിച്ചാൽ, ചാട്ടവാറ കൊണ്ട് അടിച്ചാൽ അതിന്റെ വേദനയുടെ രൂക്ഷം അറിയത്തില്ല. അതുകൊണ്ട് അവന്റെ വസ്ത്രം എടുത്തു മാറ്റിയിട്ട് ഒരു ചെറിയ വസ്ത്രം മാത്രം, എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ലാത്ത, കട്ടിയില്ലാത്ത ഒരു വസ്ത്രം മാത്രം അവനെ ധരിപ്പിച്ചു എന്നാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിനെ ചെറിയ വസ്ത്രം ധരിപ്പിച്ചിട്ട് സ്തോത്ര പടയാളികൾ അവൻ കയ്യിൽ ചമ്പട്ടി എടുത്തുകൊണ്ട് ഹല്ലേലൂയ യേശുവിനെ നോക്കിക്കൊണ്ട് യേശുവിനെ അടിക്കുക. എന്നാൽ അതിനു മുമ്പ് സംഭവിച്ച ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ഇവൻ ഈ ജനം ഹല്ലേലൂയ ഇവിടെ നമ്മൾ വായിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മേൽ അവൻ മുള്ളുകൊണ്ട് കിരീടം പറഞ്ഞു. അവൻ ആവശ്യം പറഞ്ഞെന്തുവായിരുന്നു? ഞാൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്ന് പറഞ്ഞ പദം കൊണ്ട് അവൻ യേശു കൊടുത്ത വില നീ കേൾക്കണം. നിനക്ക് വേണ്ടി, നിനക്ക് രാജാവാകാൻ വേണ്ടി, നിന്നെ നയിക്കുവാൻ വേണ്ടി, നിന്റെ ആധിപത്യം അവരെ തോളിരിക്കാൻ വേണ്ടി എൻ്റെ കർത്താവ് ഭൂമിയിലേക്ക് വന്നെങ്കിൽ, ഐഹികമല്ല എൻ്റെ രാജ്യമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ആത്മീയ രാജ്യത്തിൽ എന്നെയും നിന്നെയും ഇരുത്തുവാൻ വേണ്ടി കർത്താവ് കൊടുത്ത വിലയുടെ ഭാഗമായിട്ട് കർത്താവിന് തലവേൽ മുള്ളുകൊണ്ട് ഒരു കിരീടം ഇവരുണ്ടാക്കി. മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി ഈ കർത്താവിന്റെ തലയിൽ വെച്ചു. അവന്റെ കൈമേൽ ഒരു കോല് കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് അവൻ ഒരു കോലെടുത്ത് അതിലൊരു പടയാളി യേശുവിന്റെ തലയിൽ, മുൾമുടി ചൂടിയ തലയിലേക്ക് അടിക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ തലയിലേക്ക് ഈ മുള്ള് ആഴത്തിലിറങ്ങി. ആ മുള്ള് നമ്മുടെ തലയ്ക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിനകത്തുനിന്ന് തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. അവിടെ നിന്ന് ശിക്ഷ ആരംഭിക്കുക. 39 അടി ഹല്ലേലൂയ ചാട്ടവാറിന് അടിക്കുവാൻ വിധിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഈ ചാട്ടവാറിന്റെ അറ്റത്ത് ഹല്ലേലൂയ ഘടിപ്പിച്ചു വെച്ചതായ ഈ ലോഹത്തകിടുകളും തകിടുകളും ഹല്ലേലൂയ സ്തോത്രം ചാട്ടവാറിന് ഓരോ പടയാളികൾ ആഞ്ഞ് വീശി യേശുവിൻ്റെ ദേഹത്തടിച്ചുകൊണ്ടിരിക്കുമ്പോൾ
എൻ്റെ കുഞ്ഞെ, ഈ ഹല്ലേലൂയ സ്തോത്രം, ഈ ഹല്ലേലൂയ ചാട്ടവാർ എവിടെ ചെന്ന് വീഴുമോ അവിടെ ചെന്നിട്ട് ഈ കട്ടികളും ഹല്ലേലൂയ ഈ മെറ്റൽ വസ്തുക്കളും അവിടെ ചെന്നിട്ട് ആമേൻ സ്തോത്രം ആഞ്ഞ് തറയ്ക്കുക. അത് തിരിച്ച് വലിച്ചെടുക്കുമ്പോൾ ആ ആമേൻ സ്തോത്രം ആമേൻ അത് ചമ്മട്ടി തിരിച്ചു പിടിക്കുമ്പോൾ എവിടെ പതിഞ്ഞോ അതിനകത്തു നിന്നുള്ള മാംസവും ഹല്ലേലൂയ മുഴുവൻ പറഞ്ഞു പോരുകയാ. അങ്ങനെ ഒന്നല്ല, എൻ്റെ കർത്താവ് യേശു ക്രിസ്തു 39, നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവ് യേശു ക്രിസ്തു ഒന്നാമത് അടിച്ചു. ഒന്നാമത് യേശുവിനെ അടിച്ചപ്പോൾ യേശുവിൻ്റെ മുതുകിൽ നിന്നും യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഹല്ലേലൂയ രക്തവും മാംസവും ധരിച്ചു പോകുവാൻ ഇടയായി തീർന്നു. കുഞ്ഞേ, നീ സൗന്ദര്യമുള്ളവരായിരിക്കുന്നത്, കുഞ്ഞേ നീ തേജസ്സുള്ളവളായിരിക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചതുകൊണ്ട് അവൻ നിനക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 2 വാക്യത്തിൽ ഇങ്ങനെ പറയുക, കണ്ടാൽ ആളറിയാത്തവണ്ണം അവന്റെ കോമളത്വം നഷ്ടപ്പെട്ടു പോയത്. അയ്യോ, നീ നിമിത്തമാണ് നീ മനസ്സിലാക്കാതെ പോകരുത്. 2ാമത്തെ അടി, അടുത്ത സ്തോത്രം, അടുത്ത സ്തോത്രം പടയാളി 2ാമത്തെ അടിക്ക് വേണ്ടി തയ്യാറായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പടയാളികൾ മാറി മാറി യേശു ക്രിസ്തുവിനെ അവരുടെ ആരോഗ്യം എടുത്തുകൊണ്ട് 39 അടിയടിച്ചപ്പോൾ എൻ്റെ കർത്താവ് പൂർണ്ണമായി തകർക്കപ്പെട്ടു. കുഞ്ഞെ, നിനക്കറിയാമോ എൻ്റെ യേശു എന്തിനു വേണ്ടി തകർക്കപ്പെട്ടു? യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായം അതിന്റെ 6ാമത്തെ വാക്യം വായിച്ചോട്ട്. എൻ്റെ കർത്താവ് തകർക്കപ്പെട്ടത് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം എല്ലാവരും നോക്കണമേ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അടുത്തത്, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. കുഞ്ഞേ, നീ തെറ്റിപ്പോയത് കൊണ്ട്, നീ നിന്റെ വഴിക്ക് പോകുന്നത് കൊണ്ട് എന്റെ തമ്പുരാൻ നമ്മുടെ സകല പാപത്തിന്റെ ശിക്ഷയും ദൈവം അവന്റെ മേൽ ആക്കി വെച്ചു. അവനെ അടിക്കുവാൻ വേണ്ടി, അവനെ ഹല്ലേലൂയ അവനെ വിസ്തരിക്കാൻ വേണ്ടി, അവനെ തകർത്തു കളയാൻ വേണ്ടി എന്റെ തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ കാര്യം എന്തെന്നറിയാമോ? കുഞ്ഞേ, നീ തെറ്റിപ്പോയത് കൊണ്ടാ. ആടുകളെ പോലെ തെറ്റി. എന്തോ ആടുകൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, നാം അവരെല്ലാവരും തന്താങ്ങളുടെ വഴിക്ക് തിരിഞ്ഞു. അയ്യോ, ദൈവസഭയ്ക്കകത്ത് തന്താങ്ങളുടെ വഴിയൊന്നൊരു വഴിയില്ല. യേശു ക്രിസ്തുവിന്റെ പാത എന്ന ഒറ്റ പാത മാത്രമേ ഉള്ളൂ. നിന്റെ ഇഷ്ടമെന്തോ പാസ്റ്ററിന്റെ ഇഷ്ടമെന്നോ ഒരു ഇഷ്ടമില്ല. ദൈവസഭയ്ക്കകത്ത് ഒന്നേ ഉള്ളൂ, അതെന്റെ ദൈവത്തിന്റെ ഇഷ്ടമാ, അതെന്റെ ദൈവത്തിന്റെ വഴിയാ. സ്തോത്രം. തന്താങ്ങളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അല്ലതല്ല ദൈവസഭ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവനെ തകർത്തു കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. 7ാമത്തെ വാക്യം, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്ന കർത്താവിനെയാണ്. കയ്യഫാവിന്റെ അരമനയിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നീ ഒന്ന് മുരിയാടത്തത് എന്ത് എന്ന് ചോദിക്കുന്ന ഹല്ലേലൂയ കഥമി മഹാപുരുതി നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ ഉരിയാടാതിരുന്ന് എന്തിനാണെന്നറിയാമോ? തന്നെത്താൻ തുറക്കാതെ, വാ തുറക്കാതെ ഒരു സ്തോത്രം പാപയാഗമായി ആടിനെ പോലെ അവൻ നിന്നത്. എൻ്റെ കുഞ്ഞേ, അവൻ നിനക്ക് വേണ്ടി എൻ്റെ ദൈവത്തിന്റെ സന്നിധി മധ്യസ്ഥനാകുവാൻ വേണ്ടിയാ. ഇന്നും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു ഇന്നും ഇരിക്കുകയാ. അയ്യോ, വികപനവന വൈഡന ശബ്ദരാധകം, അവൻ നിനക്ക് വേണ്ടി വാ തുറക്കാതിരുന്നു. അവൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ 39 അടിയും അവന്റെ ശരീരത്തിൽ ഏറ്റ്, ഈ 39 അടിയും ഏറ്റ് ആ ചാട്ടവാർ തിരിച്ചു പിടിക്കുമ്പോൾ, പടയാളി ചാട്ടവാർ തിരിച്ചു പിടിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തവും മാംസവും അവൻ പറഞ്ഞു പോകുക. യേശു ക്രിസ്തു ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരെ ഒഴുകുക. ഇതാ വേദപുസ്തകം വിളിച്ചു പറയുക. എന്തിനു വേണ്ടി? അവൻ ഈ പങ്കപ്പാടുകളേറ്റു. യെശയ്യാവ് 53 അധ്യായം 5ാമത്തെ വാക്യം പറയുന്നു, അവന്റെ അടിപ്പിടി നുറുകിയ തിരുരക്തത്താൽ നിനക്ക് സൗഖ്യം തരേണ്ടതിന് ഇന്ന് പകൽക്കാലം യേശു പരമയാഗമായി തന്ന് ഇന്ന് രാത്രി പകൽക്കാല സമയം വിശ്വസിക്കാൻ നീ ഇടയായി തീരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടിപ്പിടലിൽ നിന്ന്, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന്, അവൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മാംസം പറഞ്ഞു പോയി രക്തം ധാരധാര ഒഴുകിയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഇത് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ആ രക്തം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രിക്കാലം വിളിച്ചു, നിനക്ക് സൗഖ്യദായകമായ രക്തമാണ്.
ഹല്ലേലൂയ. ആ രക്തം മുഖാന്തരം, യേശു ചിന്തിയ രക്തം മുഖാന്തരം, യേശു ചിന്തിയ രക്തം മുഖാന്തരം നിനക്കൊരു വിടുതലുണ്ട്. യേശു ചിന്തിയ രക്തം മുഖാന്തരം നിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരാൻ പോകുക. പാപത്തിന്റെ അധർമ്മത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവത്തിന്റെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തം മുഖാന്തരമാ. ഉടവനവന വൈഡര ശന്ധരാജകൻ. ഹല്ലേലൂയ. അവന്റെ അടിപ്പിടൽ തുടങ്ങിയ തിരുരക്തത്താൽ. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ പറയണം, രോഗികളായിട്ടുള്ള സ്തോത്രം, രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഇന്ന് പകൽക്കാലം ഈ സംഭവം നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ടാട്ട്, ഇന്ന് പകൽക്കാലം ആ സംഭവം കണ്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചുകെട്ടി യേശു ക്രിസ്തുവിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പന്റെ ശരീരത്തിൽ നിന്നും ആ മാംസവും രക്തവും ധാരധാരെ ഒഴുകിയത് അവൻ എനിക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാ. ഇനി നമുക്ക് വായിക്കാം യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാമത്തെ വേദഭാഗം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. അവൻ എന്തിനാ മുറിവേറ്റത്? നോക്കണം എന്റെ കുഞ്ഞേ, എന്റെ കർത്താവ് എന്തിനാ മുറിവേറ്റെന്നറിയാമോ? അവന്റെ ശരീരത്തിൽ എന്തിനാ അവൻ ആണിപ്പാടുകൾ, അവന്റെ ശരീരത്തിൽ എന്തിനാ അവൻ സ്തോത്രം മാംസം പറഞ്ഞു മുറിവേറ്റത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാ. ഹല്ലേലൂയ. അടുത്തത്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. അവൻ തകർന്നുമിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവൻ തകർക്കപ്പെട്ടവനായി. അവൻ പീലാത്തോസിന്റെ അരമനയ്ക്കകത്ത് ശിക്ഷാവിധി നടപ്പിലാക്കുന്ന സ്ഥലത്ത് അവൻ നിൽക്കുകയാ. അടുത്തത്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ഓ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് അവന്റെ മേൽ ആക്കി വെച്ചത്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ ദൈവത്തിന്റെ പൈതലേ, എൻ്റെ കർത്താവ് ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം തരുന്ന സമാധാനമല്ല എന്ന് അരുളിച്ചത് സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തു. അവങ്കൽ വിശ്വസിക്കുന്ന ഏവർക്കും സമാധാനം നൽകുവാൻ വേണ്ടി സമാധാനത്തിലെ ശിക്ഷ ദൈവം അവന്റെ മേൽ ആക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അടുത്ത വാക്യം വായിച്ചോട്ടെ. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. ആ 39 അടിയേറ്റപ്പോൾ എന്റെ കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം 39 അടിയേറ്റ് ശരീരം മുഴുവനായി സ്തോത്രം മാംസം പറഞ്ഞ് രക്തം വാർന്ന് ഒഴുകുമ്പോൾ തിരുവചനം പറയുക, അവന്റെ അടിപ്പിണരുക തിരുരക്തത്താൽ നമുക്ക് സൗഖ്യമുണ്ട് എന്ന്. കുഞ്ഞേ, മാറാത്ത ഏത് രോഗമായാലും യേശുവിൻ്റെ രക്തത്താൽ നീ തളിക്കപ്പെടുമ്പോൾ ആ രോഗം മാറും. ആ രോഗത്തിൻ്റെ പേര് ക്യാൻസർ എന്നും, ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ കിഡ്നി തകർച്ചയെന്നും, അതല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റ് ഏതെങ്കിലും ഭയങ്കര ഭാരകമായ ഏതെങ്കിലും രോഗത്തിൻ്റെ പേരുകളായി മെഡിക്കൽ ശാസ്ത്രം പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ, നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ 39 അടിയും കർത്താവിന് ഏറ്റുകഴിഞ്ഞപ്പോൾ ക്ഷീണിതനായ കർത്താവ്, നിങ്ങൾ നോക്കണം, ഹല്ലേലൂയ, കഴിഞ്ഞ രാത്രി യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി. രാത്രി മുഴുവൻ യേശുവിനെ വിസ്തരിച്ചു. ഹല്ലേലൂയ. ഇവർ ഉറങ്ങിയപ്പോഴും കർത്താവ് ഉറങ്ങാതെ അവൻ ഹല്ലേലൂയ അവിടെ കൂടെയിരുന്നു. അവൻ അവിടെ നിന്ന് ഈ കോടതികളിൽ വിസ്തരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷമായി പകൽ നടന്ന വിസ്താരമാണ് ഹല്ലേലൂയ സ്തോത്രം. പീലാത്തോസിൻ്റെ വിസ്താരവും ഹെരോദാവിൻ്റെ വിസ്താരവും. പീലാത്തോസിൻ്റെ വിസ്താരവും ഹെരോദാവിൻ്റെ വിസ്താരം കഴിഞ്ഞ് എൻ്റെ കർത്താവ് ക്ഷീണിതനായി എൻ്റെ കർത്താവിനെ ഹല്ലേലൂയ പെസഹ തിരുനാളിൻ്റെ അന്ന് ഭക്ഷണം ഭക്ഷിച്ച് എന്ത് കാണുന്നു. അതിനുശേഷം നേരത്തോട് നേരമായിട്ടും ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ അവൻ അവിടെ നിന്ന് ഈ അടി മുഴുവൻ ഏറ്റത് കുഞ്ഞ് നിനക്ക് വേണ്ടിയാ. ഒരു നേരമെങ്കിലും ആഹാരം പിടിഞ്ഞ് ഉപവസിക്കാൻ നമ്മി പലർക്കും കഴിയാതിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് നേരത്തോട് നേരം ആഹാരം കഴിക്കാതെ എൻ്റെ ദൈവം സ്തോത്രം അവൻ കഠിനമായ വേദന ഏറ്റെങ്കിൽ അത് നമുക്ക് വേണ്ടിയാ. സ്തോത്രം, ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കാണുന്നത് കർത്താവ് യേശുവിനെ പടയാളികൾ കയ്യേറ്റ് അവനെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിനോട് ചേർന്ന് നമ്മൾ കാണേണ്ട ഒരു ഭാഗമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അടുത്ത ഒരു സ്ഥലം, പ്രഥമമായൊരു സ്ഥലം, രണ്ടാമത്തെ ഒരു സ്ഥലമുണ്ട്. ഒന്നാമത്തെ സ്ഥലം നമ്മൾ പറഞ്ഞു ക്രൂശുമരണത്തുള്ള ബന്ധത്തിൽ ഗെദസമന. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് ഗബദ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വാക്ക് യോഹന്നാൻ സുവിശേഷം 19-13 വാക്യത്തിലാണ്. പീലാത്തോസിന്റെ അരമനയ്ക്കകത്ത് അവൻ ഇരിക്കുന്ന സ്ഥലത്തിന് ഗബദ അല്ലെങ്കിൽ കൽത്തളം എന്നു പേരുള്ള ന്യായാസനത്തിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ.
ഈ ന്യായാസനം ഗബദ വേദനയുടെ തലം സംഭവിച്ചത്, വേദനയുടെ തലമാണ് സമ്മാനിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവിന് വേദനയുടെ തലമായി സമ്മാനിച്ച ഗബദ എന്ന ന്യായാസനം കഴിഞ്ഞിട്ടാണ് എൻ്റെ കർത്താവിനെ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നോക്കണം, ഇത്രമാത്രം അടിയേറ്റവനെയാണ്, ഇത്രമാത്രം തകർക്കപ്പെട്ടവനെയാണ്, ഇത്രമാത്രം ക്ഷീണിതനായവനെയാണ്. അവൻ്റെ മേലാം ഭാരമേറിയ പൈൻമര കുരിശു ചുമവെച്ചുകൊണ്ട്, ആ പച്ച മരത്തിൻ്റെ കുരിശ് അവൻ്റെ മേൽ വെച്ചുകൊണ്ട് അവനെ തലയോടിടം എന്ന പേരുള്ള ഗോൽഗോത്തായിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോളം ബന്ധത്തിൽ മൂന്നാമത്തെ സ്ഥലമാണ് ഗോൽഗോത്ത. കർത്താവിനെ ഉദിക്കുന്നതിൽ വരുന്ന ആഴ്ച ആ ഭാഗത്തിൽ നമ്മൾ പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നിവിടെ കൊണ്ട് പറയട്ടെ, യേശു കർത്താവിനെ വിസ്തരിച്ച 5 കോടതികളിലെ സ്തോത്രം ന്യായരഹിതമായി വിസ്തരിച്ച 5 ന്യായാധിപന്മാരും അവരെല്ലാവരും പറഞ്ഞൊറ്റ കാര്യമാ, ഇവനിൽ പാപമില്ല എന്ന് പറഞ്ഞെങ്കിൽ അതേ പെസഹ കുഞ്ഞാടിനെ അഭിവാസം 10-ാം തീയതി പെസഹ കുഞ്ഞാടിനെ പിടിച്ചിട്ട് അഭിവാസം 14-ാം തീയതി വരെയും ഈ കുഞ്ഞാടിനെ ശോധന ചെയ്യുക. സ്തോത്രം, കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതിന് വേണ്ടി ഈ കുഞ്ഞാടിനെ 10-ാം തീയതി പിടിച്ചിട്ട് 14-ാം തീയതി വരെ ഈ കുഞ്ഞാടിനെ ശോധന ചെയ്യുക. കുഞ്ഞാട് ഊനമില്ലാത്തതാണോ? ഈ കുഞ്ഞാട് സ്തോത്രം ആണാണോ? ഈ കുഞ്ഞാട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അറുക്കുവാൻ യോഗ്യതയുള്ളതാണോ എന്ന് ശോധന ചെയ്യുമ്പോൾ അന്ന് പഴയ നിയമം നിഴലാണെങ്കിൽ പുതിയ നിയമം പൊരുളാകുഞ്ഞേ. സ്തോത്രം, പൊരുളായ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പെസഹയുടെ നാളിൽ യേശു ക്രിസ്തുവിനെ പിടിക്കുന്ന വ്യത്യസ്തമായ കോടതികൾ അവനെ ശോധന ചെയ്ത് അവൻ ഊനമില്ലാത്തതെന്ന് എന്ന് പറഞ്ഞാൽ അവനിൽ യാതൊരു തെറ്റുമില്ലെന്ന് അവനെ വിസ്തരിച്ച കോടതികളെല്ലാം പറഞ്ഞിട്ട് ഇനി ഒരൊറ്റ പ്രക്രിയ സംഭവിക്കാനുള്ളൂ. ഈ കുഞ്ഞാട് അറുക്കപ്പെടണം, ഈ കുഞ്ഞാട് അറുക്കപ്പെടണം. പെസഹ, ആത്മീയ പെസഹ പൂർണ്ണമാകണമെങ്കിൽ സ്തോത്രം, ഈ കുഞ്ഞാടിനെ ശോധന ചെയ്തിട്ട് ഇവർ പറയുക, ഇനി കുഞ്ഞാട് അറുക്കപ്പെട്ട മതിയാകത്തുള്ളൂ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് നാം അടുത്തയാഴ്ച കർത്താവിന്റെ താമസമെങ്കിൽ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.